നമസ്കാരം, സുബിനാണ്. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കുറ്റബോധത്തെ കുറിച്ചാണ്. കുറ്റബോധം പലപ്പോഴും പല കാലത്തും പല ആളുകൾക്ക് ഉണ്ടാവാറുണ്ട് അല്ലേ. നമുക്ക് ചെറിയ ചെറിയ കാര്യങ്ങളിൽ, ചില കാര്യങ്ങളിൽ നമ്മൾ വാക്ക് പറഞ്ഞിട്ട് പാലിക്കാൻ കഴിയാതാവുമ്പോൾ, അല്ലെങ്കിൽ സമയത്ത് ചെല്ലാൻ കഴിയാതാവുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ നമ്മൾ ചെയ്യുന്ന ചില കാര്യങ്ങൾ മറ്റൊരാൾക്ക് ഉപദ്രവമാകുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ ചെയ്ത ചില തെറ്റുകൾ പിന്നീട് നമുക്കത് ശരിയായില്ല, ചെയ്യാൻ പാടില്ല എന്ന് തോന്നുമ്പോഴൊക്കെ നമുക്ക് കുറ്റബോധം ഉണ്ടാവാറുണ്ട്. കുറ്റബോധത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്, കുറ്റബോധം തോന്നിക്കഴിഞ്ഞാൽ അത് ചിലപ്പോൾ വളരെ ദുഷ്ടനെ പോലും മഹാനാക്കി മാറ്റും. ഇപ്പം നമ്മൾ ഒരുപാട് അത്തരത്തിലുള്ള കഥകളൊക്കെ നമ്മൾ വായിച്ച് കണ്ടിട്ടുണ്ട്. ഇപ്പം നമ്മൾ അത്തരത്തിലൊരു കഥയിലൂടെ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ഈ വീഡിയോയിലേക്ക് പ്രവേശിക്കാം. ഒരിടത്തൊരു കള്ളൻ്റായിരുന്നു. ഇദ്ദേഹം ബസ്സിലൊക്കെ കയറി മോഷ്ടിച്ചിട്ടാണ് അദ്ദേഹം ജീവിച്ചിരുന്നത്. ബസ്സിലൊക്കെ കയറി മറ്റുള്ളവരുടെ പണവും അതുപോലെ പേഴ്സും സ്വർണ്ണാഭരണവും ഒക്കെ മോഷ്ടിച്ചാണ് ഇദ്ദേഹം ജീവിച്ചിരുന്നത്. പതിവ് പോലെ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ജോലിക്ക് ഇറങ്ങി. ഒരു തിരക്കിട്ട ഒരു തിരക്കുള്ള ഒരു ബസ്സാണ് അദ്ദേഹം സെലക്ട് ചെയ്തത്. ബസ്സിൽ നല്ല തിരക്കുണ്ടായിരുന്നു. അദ്ദേഹം നോക്കിയപ്പോൾ ഒരു വൃദ്ധൻ ഇരുന്ന് പതിയെ ഉറങ്ങുന്നുണ്ടായിരുന്നു. വൃദ്ധൻ്റെ കയ്യിലെ ബാഗിൽ അത്യാവശ്യം കനമുള്ളതായി അദ്ദേഹം തോന്നി. വൃദ്ധൻ ഭയങ്കര അവശനായിരുന്നു. അപ്പം അദ്ദേഹം പതുക്കനെ ഈ കള്ളൻ വൃദ്ധനടുത്തേക്ക് നീങ്ങിയിരുന്നു. വൃദ്ധനെ ചാരി നിന്നുകൊണ്ട് പതിയെ അറിയാത്ത രീതിയിൽ ആ ബാഗ് അദ്ദേഹം മോഷ്ടിച്ചെടുത്തു. തൊട്ടടുത്ത സ്റ്റോപ്പിൽ തന്നെ അദ്ദേഹം ഇറങ്ങി അദ്ദേഹത്തിന് സുരക്ഷിതമാണെന്ന് തോന്നുന്ന ഒരു സ്ഥലത്തേക്ക് മാറി നിന്ന് ബാഗ് പരിശോധിച്ചു. ആ ബാഗിൽ കണ്ടത് അദ്ദേഹം ഞെട്ടിക്കുന്ന കാഴ്ചയായിരുന്നു. ഒരുപാട് വിലപിടിപ്പുള്ള ആഭരണങ്ങൾ ഉണ്ടായിരുന്നു, ഒരുപാട് പണമുണ്ടായിരുന്നു. അതിനോടൊപ്പം അദ്ദേഹം ഒരു കത്ത് കണ്ടു. ഈ കത്ത് അദ്ദേഹം വായിച്ചു നോക്കിയപ്പോൾ ഇങ്ങനെയായിരുന്നു: പ്രിയപ്പെട്ട അച്ഛന് മകൻ എഴുതുന്നത്, ഇതിനോടൊപ്പം വെച്ചിട്ടുള്ള പണം ഉപയോഗിച്ച്, സ്വർണവും ഉപയോഗിച്ച് നമ്മുടെ പെങ്ങളുടെ വിവാഹം പരമാവധി നന്നായി നടത്താൻ ശ്രമിക്കുക. എൻ്റെ വരവ് ഞാൻ തൽക്കാലത്തേക്ക് മാറ്റി വയ്ക്കുകയാണ്. എൻ്റെ വരവിൻ്റെ ചിലവ് കൂടി ഇതിൽ നിന്ന് എടുക്കുകയാണെങ്കിൽ കല്യാണം പിന്നെയും ചുരുക്കേണ്ടി വരും. നമ്മളുടെ പണമില്ലാത്തത് കൊണ്ട് അവളുടെ ജീവിതം ഇനിയും നീണ്ടു പോകരുത്. അച്ഛൻ ഇതിനാൽ പരമാവധി നന്നായി നടത്താൻ ശ്രമിക്കുക. അവളോട് പറയുക, അവളുടെ സഹോദരൻ്റെ മുഴുവൻ സ്നേഹവും പ്രാർത്ഥനയുമാണ് ഇതിനോടൊപ്പം ഉള്ളത്. അപ്പോൾ പരമാവധി നല്ല രീതിയിൽ ജീവിക്കുക എന്നൊക്കെ പറയുക. ഈ കത്ത് കണ്ടപ്പോൾ കള്ളൻ ഭയങ്കര സങ്കടം തോന്നി. കള്ളൻ വളരെ വിഷമത്തോടു കൂടി ഇത് തൊട്ടടുത്ത പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിക്കാൻ തീരുമാനിച്ചു. പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവന്നപ്പോൾ പോലീസുകാരൊക്കെ ആദ്യം സംശയത്തോടെയാണ് കണ്ടത്. കാരണം ഇയാൾ കള്ളനാണ്, വർഷങ്ങളായിട്ട് ഇയാൾ മോഷ്ടാവാണെന്ന് അറിയുന്ന പോലീസുകാർ പല രീതിയിലും ചോദിച്ചു. പക്ഷേ അവരോടൊക്കെ അജഞ്ചലനായി അദ്ദേഹം പറഞ്ഞു, ഇത് എനിക്ക് വഴിയിൽ നിന്ന് കിട്ടിയ പേഴ്സാണ്. എങ്ങനെയാണ് വഴിയിൽ വന്നതെന്ന് എനിക്കറിയില്ല, പക്ഷേ ഇതെനിക്ക് കിട്ടിയപ്പോൾ എനിക്ക് തോന്നി തിരിച്ചേൽപ്പിക്കണം എന്ന് തോന്നി. കാരണം ഇതിലൊരുപാട് പണമുണ്ട്. ഈ പണം വേണമെങ്കിൽ ഞാൻ മോഷ്ടിക്കാനാണെങ്കിൽ എന്ത് ചെയ്യുക, ഈ പണം കൊണ്ട് എനിക്ക് രക്ഷപ്പെടാം, എൻ്റെ പ്രശ്നങ്ങളൊക്കെ തീരും. പക്ഷേ ഞാൻ ആ മോഷണം നിർത്തിയപ്പോൾ നല്ല രീതിയിലാണ് ജീവിക്കുന്നത് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ പോലീസുകാർ വളരെ കറക്റ്റാണെന്ന് തോന്നിയിട്ട് ഉടമയെ കണ്ടെത്തി അദ്ദേഹത്തിന് ഈ കള്ളനെ കൊണ്ട് തന്നെ പണം തിരിച്ചേൽപ്പിച്ചു. ഈ വാർത്ത അവിടുത്തെ വാർത്താ ചാനലുകളിൽ, ലോക്കൽ ചാനലുകളിലും അതുപോലെ പത്രങ്ങളിലൊക്കെ വന്നു. കള്ളൻ മാനസാന്തരപ്പെട്ട് നല്ലവനായ കഥ. ഇദ്ദേഹത്തിന് അവിടുത്തെ നാട്ടുകാരും പൗരാവലിയും ഒക്കെ സ്വീകരണങ്ങൾ കൊടുത്തു. പതിയെ അദ്ദേഹം അവിടുത്തെ അറിയപ്പെടുന്ന നല്ല മനുഷ്യനായി മാറി. അദ്ദേഹത്തിന് പലരും ജോലി കൊടുക്കാൻ തയ്യാറായി, വിശ്വസ്തനായി. ഇദ്ദേഹം പതിയെ നാട്ടിലെ നന്മയുള്ള അറിയപ്പെടുന്ന ഒരാളായി മാറി എന്നതാണ് കഥ. നമുക്കിതുപോലെ പല കഥകളും നമ്മൾ വായിച്ചിട്ടുണ്ട്. കാട്ടാളനായിരുന്ന, വഴിയിലൂടെ പോയിരുന്ന ആളുകളെയൊക്കെ ആക്രമിച്ച് പണവും സ്വർണ്ണാഭരണങ്ങളും സ്വന്തമാക്കി തട്ടിപ്പറിച്ച് ജീവിച്ചിരുന്ന കാട്ടാളനായിരുന്ന ഒരു മനുഷ്യൻ പിന്നീട് മാനസാന്തരപ്പെട്ട് മഹാനായ മഹർഷിയായി, വാത്മീകിയായി മാറിയ കഥ. രാമായണം പോലുള്ള പുരാണങ്ങൾ പോലും എഴുതിയ ഒരു മഹാനായ വ്യക്തിയായ വാത്മീകിയുടെ കഥയും സമാനം തന്നെയാണ്. അപ്പോൾ ഞാൻ പറയുന്നത് കുറ്റബോധത്തെക്കുറിച്ചാണ്. കുറ്റബോധം നമുക്ക് ഒരു പരിധി വരെ നല്ലതാണ്, എന്നാൽ ഒരു പരിധി വിട്ട് കഴിഞ്ഞാൽ നമുക്ക് ദോഷവുമാണ്. ഒരു പരിധി വരെ നല്ലത് എന്ന് പറയുന്നത്, കുറ്റബോധം തോന്നുമ്പോൾ നമുക്ക് പിന്നീട് അത്തരം തെറ്റുകൾ ആവർത്തിക്കാതിരിക്കാൻ നമ്മൾ പരമാവധി ശ്രമിക്കും. അത് നമ്മളെ കൂടുതൽ നന്മയുള്ള, കൂടുതൽ മികച്ച വ്യക്തിയായി മാറ്റും. ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു സ്ഥലത്ത് ചെല്ലുമ്പോൾ സമയത്തിനെത്തിയില്ലെങ്കിൽ നമ്മൾ പിന്നീട് ആ സമയം എത്താവുന്ന രീതിയിൽ കുറച്ചുകൂടി മുന്നേ തയ്യാറായി യാത്ര ചെയ്യാറുണ്ട്. അത്തരം ഒരുപാട് കാര്യങ്ങൾ നമ്മളുടെ ജീവിതത്തിൽ മാറ്റം വരുത്തും. നമ്മളെ ചിലപ്പോൾ കൂടുതൽ മികച്ച വ്യക്തിയാക്കാൻ ഈ കുറ്റബോധം സഹായിക്കാം. എന്നാൽ പരിധി വിട്ട കുറ്റബോധങ്ങൾ നമുക്ക് ഒരുപാട് ദോഷമാണ് ഉണ്ടാക്കുക. ഒരുപാട് ദോഷം, ആരോഗ്യകരമായ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കും. നമുക്ക് കോർട്ടിസോൾ എന്ന് പറയുന്ന ഒരു ഹോർമോൺ നമ്മുടെ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കും. അത് നമുക്ക് ഒരുപാട് തരത്തിലുള്ള അസുഖങ്ങൾക്ക് കാരണമാവും.
ഇപ്പോൾ ബ്ലഡ് പ്രഷർ ഭയങ്കര കൂടും. അതുപോലെ തന്നെ നമുക്ക് എന്തുണ്ട് ബോൺ ലോസ് ഉണ്ടാവാം, അതുപോലെ ടൈപ്പ് 2 ഷുഗർ ഉണ്ടാവാനൊക്കെ ഇത് കാരണമാണ്. അപ്പോൾ കുറ്റബോധം ഒരുപാട് നാൾ ഇങ്ങനെ കുറ്റബോധം പേര് നടക്കുന്നത് നല്ലൊരു കാര്യമല്ല. ഇപ്പോൾ നമ്മൾ ഉദാഹരണം ഒരു ചെറിയ ബോട്ടിൽ വെള്ളം എടുത്ത് കയ്യിൽ പിടിക്കുക. അപ്പോൾ നമുക്കൊരു 2 മിനിറ്റൊക്കെ ഇങ്ങനെ എടുത്ത് ഇങ്ങനെ സ്ട്രൈറ്റ് ഇങ്ങനെ പിടിക്കുകയാണെങ്കിൽ നമുക്കൊരു കുഴപ്പമുണ്ടാവില്ല. കുറേ നേരം പിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്നിട്ട് കൈ കളച്ച് പൊട്ടും, മനസ്സിലായി. അപ്പോൾ അതൊക്കെ കുറ്റബോധം തോറും പരമാവധി ഒഴിവാക്കുന്നതാണ് നല്ലത്. അപ്പോൾ ഒഴിവാക്കാൻ എങ്ങനെയൊക്കെയാണ് ഒഴിവാക്കുക എന്നാണ് അടുത്ത് നിങ്ങളോട് പറയാനുള്ളത്. ഒരിക്കലും നമുക്ക് പറ്റിയൊരു കുറ്റബോധം നമ്മൾ ഒരിക്കലും മാഗ്നിഫൈ ചെയ്യരുത്. അതായത് വലുതായി ചിന്തിക്കേണ്ട. അത് കഴിഞ്ഞു, നമുക്ക് സംഭവിക്കാനുള്ള സംഭവിച്ചു കഴിഞ്ഞു, ഇനി അതിനെക്കുറിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, അത് ലിവ് ഇറ്റ്, നമ്മളത് മറന്നു കളയാം, മനസ്സിലായി. അത് സംഭവിക്കാനുള്ള സംഭവിച്ചു, ഇനിയിപ്പോൾ അതിനെക്കുറിച്ച് ഓർത്തിരുന്നിട്ട് നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല, ഇല്ലേ. അപ്പോൾ അത് നമ്മൾ മാഗ്നിഫൈ ചെയ്യാതെ അത് വിട്ട് കളയുക എന്നുള്ളത് മാത്രം ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്താണ്, നമ്മൾ എന്ത് ചെയ്യുക, ഒരു ലേണിംഗ് പ്രോസസ്സായി, ലേണിംഗ് എക്സ്പീരിയൻസ് ആയിട്ട് നമ്മൾ കാണാം. നമ്മൾ ഇനി അത് ചെയ്യുമ്പോൾ അത്തരം കാര്യങ്ങൾ നമുക്കൊരു സ്ഥലത്ത് ചെല്ലാൻ വൈകി, അതുകൊണ്ട് ആർക്കെങ്കിലും നഷ്ടമുണ്ടായാലും നമുക്കായാലും എന്തെങ്കിലും നഷ്ടമുണ്ടെങ്കിൽ നമ്മൾ എന്തുണ്ട് കുറച്ചും കൂടി അരമണിക്കൂർ മുന്നേ ഇറങ്ങുക, അല്ലെങ്കിൽ കുറച്ചും കൂടി മുന്നേ ഇറങ്ങുക. ചിലപ്പോൾ വഴിയിൽ ട്രാഫിക് ബ്ലോക്ക് ഉണ്ടാവാം, അല്ലെങ്കിൽ നമ്മുടെ പോകുന്ന വണ്ടിക്ക് എന്തെങ്കിലും തകരാറ് കേടുപാടോ സംഭവിച്ചാൽ നമ്മൾ വൈകാം. അപ്പോൾ അതുകൊണ്ടൊക്കെ അതിനൊക്കെയുള്ള പ്രിക്വയർമെൻറ്റ് അല്ലെങ്കിൽ പ്രിപ്പറേഷൻ എടുത്തിട്ട് നമ്മൾ നേരത്തോടെ നമുക്ക് അതിനുള്ള പോകാൻ തയ്യാറായി കഴിഞ്ഞാൽ നമുക്ക് അത്തരം കാര്യങ്ങൾ ഒഴിവാക്കാം. അതുപോലെ ഇപ്പോൾ നമ്മളിപ്പോൾ മറ്റുള്ളവർ ജീവിക്കുന്ന പോലെ നമുക്ക് ജീവിക്കാൻ പറ്റില്ല വെച്ചാൽ നമുക്ക് അതിന് വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ കരിയർ അതിനനുസരിച്ച് ബിൽഡ് ചെയ്യാൻ വേണ്ടി, ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാമെന്ന് വെച്ചാൽ അത് ചെയ്യാം. അല്ലെങ്കിൽ വല്ല തെറ്റുകളാണ് നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചത്, അത്തരം തെറ്റുകൾ ഇനി ആവർത്തിക്കാതിരിക്കാനൊക്കെ ശ്രമിക്കുക. അങ്ങനെ ലേണിംഗ് പ്രോസസ്സാണ്. മൂന്നാമത്തെ എന്ന് പറയുന്നത് എന്തുണ്ട്, നമുക്ക് ഇത് കുറേ നന്മയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ എന്തുണ്ട്, നമ്മളുടെ കുറ്റബോധം നമുക്ക് കുറഞ്ഞു കിട്ടും. നമ്മൾ ഇതുവരെ നമ്മൾ കുറേ തെറ്റുകളാണ് ചെയ്തതെന്ന് വെച്ചാൽ ആ തെറ്റുകൾ ഇല്ലാതാക്കാൻ ആ കള്ളൻ ചെയ്ത പോലെ ഒരുപാട് നന്മയിലേക്ക് കിടക്കുകയാണെങ്കിൽ നമുക്ക് കുറ്റബോധം കുറയും, നമുക്ക് വളരെ ആത്മവിശ്വാസവും വളരെ സന്തോഷവും തോന്നും. നാലാമത്തെ കാര്യം എന്ന് പറയുന്നത് എന്തുണ്ട്, നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട നമ്മുടെ സുഹൃത്തുക്കളൊക്കെ ഉണ്ടാവും, ഇല്ലേ. അത്തരം സുഹൃത്തുക്കളായിട്ട് നമ്മൾ എന്ത് ചെയ്യാം, നമ്മളുടെ ഇത്തരം വിഷമങ്ങൾ, ഇത്തരം കുറ്റബോധങ്ങളുള്ള കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അവരുടെ ജീവിതത്തിലും ഒരു ചിലപ്പോൾ എന്തുണ്ട് അത്തരം പ്രശ്നങ്ങളിലൂടെയൊക്കെ കടന്നു പോയിട്ടുണ്ടാവും. അപ്പോൾ അവർ അന്ന് അനുഭവിച്ച പ്രശ്നവും അവരതിന് നേരിട്ട വഴികളൊക്കെ പറഞ്ഞു തരുമ്പോൾ നമുക്കും ഒരു ആത്മവിശ്വാസം ഉണ്ടാവും. അത് മാത്രമല്ല, നമ്മളുടെ ഉള്ളിലുള്ള വിഷമം ആരോടെയും തുറന്ന് പറയുമ്പോൾ നമ്മുടെ വിഷമം സാധാരണ കുറയാറുണ്ട്, ഇല്ലേ. അത് ചെയ്യാം. അതുപോലെ എന്തുണ്ട്, നമ്മുടെ ലൈഫിലെല്ലാം അവർക്ക് ഒരു ഗോൾ ഉണ്ടാവും. ആ ഗോളിൽ എന്ത് ചെയ്യുക, കൂടുതൽ ടാർഗറ്റ് ചെയ്ത് അതിനു വേണ്ടി പ്രവർത്തിക്കാം. അതിനെ മാത്രം ലക്ഷ്യം വെച്ച് പ്രവർത്തിക്കുമ്പോൾ നമുക്ക് ആ ഗോളിൽ അച്ചീവ് ചെയ്യാൻ കഴിയും. അതുപോലെ തന്നെ നമ്മൾ ഇത്തരം കുറ്റബോധമുള്ള കാര്യങ്ങൾ നമ്മൾ മറന്നു പോകും. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇഷ്ടമാവുകയാണെങ്കിൽ എന്ത് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ ഇത്തരം ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും അതുപോലെ ഷെയറിങ്ങും ഒക്കെയാണ് നമ്മളുടെ വീഡിയോസ് കൂടുതൽ മികച്ചതാക്കാൻ സഹായിക്കുന്നത്. അതുപോലെ നമ്മുടെ കയ്യിൽ എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടെങ്കിൽ അതും ചൂണ്ടിക്കാണിക്കുക. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് ഇനിയും പിന്നീടുള്ള വീഡിയോയിൽ ശ്രദ്ധിക്കാനും മികച്ചതാക്കാനും കഴിയും. അപ്പോൾ നിങ്ങളോട് ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. താങ്ക് യു. വീഡിയോ ഇനിയും ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. താങ്ക് യു.